ഈ ഡിസംബർ മാസം 16-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ 10 മണിക്കുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായും പ്രാർത്ഥനയ്ക്കായും നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവ് അയച്ചിരിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ കർത്തൃദാസൻ ബ്രദർ കുന്നിൽ വിൽസൺ ആണല്ലോ. അദ്ദേഹത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞങ്ങളേവരും ചേർന്ന് ഈ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഒരു സന്ധ്യാസമയം വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലിടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. 21 ദിവസത്തെ ഉപവാസത്തിന്റെ ഈ 6-ാം ദിവസത്തിൽ നാം ആയിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അത്ഭുതകരമായ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തിയ ദൈവത്തിന്റെ കരങ്ങളിൽ വീണ്ടും നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുകയും ദൈവവചനം വായിച്ച് സഹായിക്കുകയും ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ഈ രാത്രികാലം വചനത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് ലഭിച്ചോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതേസമയം അതിന്റെ സാവകാശം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസി സിസ്റ്റർ സൂസനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ നന്ദി തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ രാത്രികാലം നാം ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, വിടുതലിന് കാരണമായി തീരുവാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് അത് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിക്കായി സ്തോത്രം. വീണ്ടും ഒരുമിച്ച് ദൈവ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നുവല്ലോ. വചനം വായിച്ച് സഹായിക്കാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഈ രാത്രികാലം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. വെളിപ്പാട് 22-ന്റെ 1-2 വാക്യങ്ങൾ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ആമേൻ. ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ, നാശപാത്രമായ ലോകമാകെയുദ്ധരിപ്പതിന്നു കന്യകയിൽ ജാതനായി വന്ന, നാശപാത്രമായ ലോകമാകെയുദ്ധരിപ്പതിന്നു കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈറ്റുശിലയിൽ കിടന്ന യേശുദേവാ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശിലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ. നമിക്കുന്നേ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടും അത്ര നാളും നിൻ കൃപയെ ഞാൻ സ്തുതിക്കും. എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടും അത്ര കാലം നിൻ സ്തുതിയെ ഞാൻ സ്തുതിക്കും. അത്രേ ദൈവവാസികൾക്കും ചിത്രമായ നിന്റെ നാമം ഉത്തരോത്തരം നിനയ്ക്കുവാൻ അരുൾക നീ സിയോൻ മണവാളനേ, ശ്രീ നരപതിയേ സിയോൻ മണവാളനേ. കാശുപോലും വിലയില്ല വിഷയത്തിൽ ആശയെനിക്കല്ലാതെ യേശുവേ നിൻ.
കാശുപോലും വിലയില്ല വിഷയത്തിൽ, ആശയെനിക്കല്ലാതെ യേശുവേ നിൻ. നാശമേശിടാത്ത ദേശം ആശയോടു നോക്കി വിശുദ്ധാശയത്തോടിശനി നിന്നിൽ വേശിക്കണം. സിയോൻ മണവാളനെ ശ്രീനരപതിയേ, സിയോൻ മണവാളനെ. ആശപാത്രമായ ലോകമാകെയുദ്ധരിപ്പതിന്നു കന്യകയിൽ ജാതനായി വന്ന, നാശപാത്രമായ ലോകമാകെയുദ്ധരിപ്പതിന്നു കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ, സിയോൻ മണവാളനെ. മനോഹരമായ രാത്രി കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കേരളം കണ്ടിട്ടുള്ള ക്രൈസ്തവ കവിവരന്മാരിൽ പ്രഗത്ഭനായിരുന്ന മഹാകവി KV സൈമൺ സാർ എഴുതിയ ഒരു പാട്ടിന്റെ ചില വരികളാണ് പാടിയത്. ഈ രാത്രികാലം നമ്മുടെ കുറിവാക്യമായി നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളാണല്ലോ. അത് ഇങ്ങനെ വായിക്കുന്നു: വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്കിക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഈ രാത്രികാലം ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് പ്രയോജനകരമായി തീരുവാൻ, ദൈവനാമം മഹത്വം എടുക്കുവാൻ, കർത്താവിനെ ചില ജീവിതങ്ങൾ കണ്ടുമുട്ടുവാൻ ഇടയായി തീരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നമുക്കറിയാം, ഏത് ഭാഗം വായിച്ചാലും ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചാലും ശരി, വെളിപ്പാട് പുസ്തകം വായിച്ചാലും ശരി, ഏത് വേദവചനം വായിച്ചാലും നമ്മുടെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും. എന്നാൽ ഈ പുസ്തകത്തിൽ അഥവാ ഈ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമേ ഒരനുഗ്രഹം ദൈവം എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണത്തിന് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം നോക്കിയാൽ അവിടെ ഇങ്ങനെ കാണുന്നു: ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും. കേട്ടല്ലോ, ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം വായിച്ചു തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി, ഈ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും. അതാൽ ഇന്ന് ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളൊക്കെ അത് കേട്ടതാ. പിന്നെ പറയുന്നു, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും. അതിനെ മറ്റൊരു വാക്കിലെടുത്തിട്ടാൽ അതെല്ലാം നമ്മളെല്ലാവരും പ്രമാണിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ദൈവവചനമാ. ഇവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുക, ഇവരൊക്കെ ഭാഗ്യവാന്മാരാണ്. വീണ്ടും പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. ഈ പുസ്തകം വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക, അത് പ്രമാണിക്കുക. അവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതുപോലെ അനുഗ്രഹം ദൈവം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗം ബാക്കി 65 പുസ്തകങ്ങളും കാണുന്നില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പരിശോധിച്ച് നോക്കിയാൽ ഏത് പുസ്തകം വായിച്ചാലും ദൈവം അതിന്റെ അനുഗ്രഹം തരുന്നെങ്കിലും ഈ പുസ്തകത്തിൽ ദൈവം ഒരു അനുഗ്രഹം എടുത്തു പറഞ്ഞിരിക്കുന്നു. ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും വായിക്കേണ്ടതും വായിച്ച് കേൾപ്പിക്കേണ്ടതുമായ പുസ്തകം ഇതായിരുന്നു. ഇന്ന് നാം ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയും വായിച്ച് കേൾക്കുകയും അത് പഠിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരികയാണ്. ഈ ഭാഗ്യവാൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഒറിജിനൽ ഭാഷയിലെ വാക്ക് ഹാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അഥവാ സന്തോഷം. ലോകത്തിലുള്ള ഒരു വസ്തുവിനും മനുഷ്യന് സന്തോഷം തരുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവവചനത്തിന് മാത്രം തരുവാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അത് ദൈവവചനത്തിന് മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷം തരുവാൻ കഴിയുകയുള്ളൂ. ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി, അതിന്റെ 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വന്നപ്പോൾ, അവസാന അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ
വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിലും ഈ പുസ്തകം അവസാനിക്കുമ്പോഴും നമുക്ക് സന്തോഷം നൽകുന്ന, അഥവാ നമ്മെ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെടുക്കുന്ന വർണ്ണന നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ സന്തോഷത്തിലേക്കും ഈ ഭാഗ്യത്തിലേക്കും ഈ അനുഗ്രഹത്തിലേക്കുമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ കുറുവാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയെ നമുക്ക് വേണ്ടി വരച്ചു കാണിച്ചിരിക്കുകയാണ് ഈ രണ്ട് വാക്യങ്ങളിലായി. ഈ പളുങ്കുപോലെ ശുഭ്രമായ നദി ദൈവസിംഹാസനത്തിൽ നിന്നും ഇറ്റിറ്റ് വീണ് അത് ഒലിച്ചിറങ്ങി പിന്നീട് അതൊരു ഒഴുക്കായി അത് പുതിയ യെരൂശലേമിൽ വന്ന് പുതിയ യെരൂശലേമിനെ കവർ ചെയ്ത് രോഗസൗഖ്യവും ജീവനും പ്രദാനം ചെയ്തുകൊണ്ട് ഒഴുകുന്നതായി നാം ഈ നദിയെ കാണുന്നു. ലോകത്തിൽ ഇന്ന് വരെ ആർക്കും കാണാൻ കഴിയാത്ത പച്ച പുൽത്തകിടിയും മനോഹാരിതയാർന്ന പൂക്കളും മരങ്ങളും പച്ച പർവ്വതാനി പോലെ ഈ നദിയുടെ ഇരുവശങ്ങളിലും നിറഞ്ഞു കിടക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ലോകത്തിൽ പാർക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ മാത്രമേ അങ്ങനെ ഒരു ചിന്ത കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു ദിവസം, അതും താമസിയാതെ തന്നെ, ഈ വരുന്ന നാളുകളിൽ ഒന്നിൽ നാം സ്വർഗത്തിലെ മനോഹരമായ രൂപം യോഹന്നാൻ ഇവിടെ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ നാം നേരിൽ ആദ്യമായി അതിനെ കാണാൻ പോകുകയാണ്. ആ കാലം എന്ത് ആനന്ദമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഈ കാലത്തിലെ കഷ്ടതകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ നിരാശകൾ, നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ കണ്ണുനീർ എല്ലാം യേശു കർത്താവിനെ നേരിൽ മുഖാമുഖം കാണുമ്പോൾ മാറിപ്പോകും. നമ്മുടെ കണ്ണുനീരൊപ്പുന്ന, നമ്മുടെ വേദന മാറ്റുന്ന, നമ്മുടെ രോഗം മാറ്റി സൗഖ്യം തരുന്ന, നമ്മുടെ അസമാധാനം മാറ്റി നമുക്ക് സമാധാനം തരുന്ന, നമ്മുടെ പ്രാണനെ നിത്യ നരകത്തിൽ നിന്നും നമ്മുടെ പ്രാണന് വേണ്ടി ഒരു നിത്യജീവൻ ഒരുക്കി തന്ന കർത്താവായ യേശു ക്രിസ്തു, സ്വന്തം ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ക്രിസ്തുവിനെ മുഖാമുഖം കാണുമ്പോൾ ആ വേദനകളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകും. അതുകൊണ്ടാണ് നാം കാണുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, വേദനയോടെ ആയിരിക്കുന്നവർ, നിരാശയോടെ ആയിരിക്കുന്നവർ, ദുഃഖത്തോടെ ആയിരിക്കുന്നവർ, മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ വിഷമസ്ഥിതിയിലൂടെ കടന്നു പോകുന്നവർ, കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, ജോലിയെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, അങ്ങനെ പല വിധത്തിലുള്ള ചിന്താകുലങ്ങളിൽ ആയിരിക്കുന്ന പലർ ലൈനിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഈ രാത്രികാലം ദൈവത്തിന്റെ മന്ദമായ സ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയെ നാം അവകാശമാക്കുവാൻ ഈ ദിവസങ്ങളിലൊന്നിൽ കടന്നു പോകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർത്തെടുപ്പാൻ ആകാശമേഘങ്ങളിൽ കടന്നു വരുന്നു എന്നുള്ളത് ഈ രാത്രികാലം നമ്മുടെ പ്രത്യാശയെ ഒന്നുകൂടി പുതുക്കുവാൻ ഇടയാക്കി തീർക്കുമാറാകട്ടെ. ഈ നദിയുടെ ശക്തമായ ഒരു ചിത്രം നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 47 അധ്യായം നമുക്കൊന്ന് എടുക്കാം. എസെക്കിയേൽ പ്രവചനം 47 അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ തന്റെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി.
വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ഓക്കെ, മനോഹരമായ ചില വാക്യങ്ങളാണ് നമുക്ക് ഈ എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്ക് വായിക്കാനായി കഴിഞ്ഞത്. അതിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ ആത്മീകമായി മരിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം, ആ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒരു ഉണങ്ങിയ അസ്ഥികൂമ്പാരങ്ങളുടെ കൂട്ടമായി ഈ പ്രവാചകനെ ദൈവം കാണിക്കുകയാണ്. ആ അസ്ഥികൂമ്പാരങ്ങളുടെ താഴ്വരയിലേക്ക് താൻ കടന്നുപോയി. ഈ ഉണങ്ങിയ അസ്ഥികൂമ്പാരങ്ങൾ മറ്റൊരു കാര്യം നമ്മോട് പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ദൈവത്തെ കൂടാതെ ജീവൻ കൊടുക്കുന്ന ജീവൻ കൊടുക്കുന്ന ദൈവത്തെ കൂടാതെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മാനവകുലത്തെ വരച്ചു കാണിക്കുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണുവാൻ കഴിയും ഈ ഉണങ്ങിയ അസ്ഥികൂമ്പാരങ്ങളിൽ. ദൈവം എസെക്കിയേലിനോട് ചോദിക്കുന്നു, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഒരൊറ്റ ഉത്തരം മാത്രമേ പറയുവാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ദൈവം ചോദിച്ചത്. മനുഷ്യന്റെ കഴിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ശ്രമിച്ചാൽ ഇല്ല എന്ന ഉത്തരമായിരിക്കും നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരിക്കലും ഈ അസ്ഥികൾ ജീവിക്കുകയില്ല എന്നായിരിക്കും. എന്നാൽ ജീവൻ പ്രദാനം ചെയ്യുവാൻ കഴിയുള്ള ദൈവ നദിയുടെ ശക്തിക്ക് പറയുവാൻ കഴിയുന്നത് ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുക മാത്രമല്ല, അവരൊരു മഹാരാജ്യമായി, ഒരു സൈന്യമായി, വൻ കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറ്റപ്പെട്ട് രൂപാന്തരപ്പെട്ട് മാറ്റിയെടുക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കുറച്ചുകൂടെ നാം ചിന്തിച്ചാൽ നോക്കിയേ, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ശമരിയ സ്ത്രീയുടെ അടുത്ത് കിണറ്റിനരികിൽ വെച്ച് പറഞ്ഞതായ ചില പദപ്രയോഗങ്ങളുണ്ട്. അതിൽ ഒരു വാക്ക് ഇപ്രകാരമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഈ നദിയിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നദിയിൽ ഒരുവൻ ഇറങ്ങിയാൽ ഓരോ ദിവസം കഴിയുന്തോറും ആഴത്തിലേക്ക് പോകുന്ന അനുഭവമാണ് ഈ നദിയിൽ നിന്നും ഉണ്ടാകുക. ആദ്യം എസെക്കിയേൽ കാണുന്നത് നരിയാണിയോളം ഉള്ളതായ വെള്ളം. എന്നാൽ ആഴം വരുത്ത നദിയുടെ അനുഭവം താൻ പിന്നീട് അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. ഒരു വ്യക്തി ദൈവഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവർ ഓരോരുത്തരും ഈ നദിയിലേക്ക് നടന്ന് കയറണം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. നടക്കും തോറും ദൈവത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതായ ഒരു നദിയാണ് ഈ നദി. നാം ആത്മീക പക്വതയിലേക്ക് കടക്കും തോറും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം മാറും. മാത്രമല്ല, തീരത്തിൽ നിന്നും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പിന്നെ നമ്മുടെ കാലുകൾ നമുക്കത് സ്വതന്ത്രമായി വിടാൻ കഴിയില്ല. നമ്മുടെ കാലുകൾ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അത് ബലഹീനമായി മാറ്റപ്പെടും. പിന്നെ എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ, വിശ്വാസത്താൽ ജീവിക്കുവാൻ ഇടയായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് അത് നമ്മെ കൊണ്ടുവന്നെത്തിക്കും. കൂടുതൽ പേരും ഈ ആഴം വരുത്ത നദിയിലേക്ക് ഇറങ്ങുവാൻ മടിക്കുന്നവരാണ്. കാരണം ആഴം വരുത്ത ദൈവസ്നേഹത്തിലേക്ക് ഇഴുകിച്ചേരാൻ മടി. അതിന്റെ കാരണം ദൈവത്തോടുള്ള ഒരു അഭേദ്യമായ ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ന ചിന്ത വരാൻ പറ്റില്ല. പിന്നെ നാം ക്രിസ്തുവിന്റെ ശക്തിയാൽ നീന്തുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരവസ്ഥയിൽ നാം എത്തിച്ചേരും. പിന്നെ നാം ഫ്ലോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിൽ നാം ആയിത്തീരും എന്നർത്ഥം.
ഈ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് കർത്താവ് എസെക്കിയേലിനെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് അഥവാ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഈ നദിയുടെ ഉത്ഭവം കാണിച്ചു. മാത്രമല്ല, ഈ നദി ഒഴുകിച്ചെല്ലുന്ന ദേശങ്ങളെല്ലാം ഉണങ്ങി വരണ്ട ദേശം, ദാഹിച്ചു വരണ്ട ദേശം, വെടിച്ചു കീറിയിരിക്കുന്ന ദേശം. എന്നാൽ ഈ നദി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അത് പോയ വഴിയിലെല്ലാം ജീവൻ ഉളവായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. അതിന്റെ അർത്ഥം ഒന്നുകൂടി പറഞ്ഞാൽ, ഈ നദി ഒഴുകി ചെല്ലുന്നതിന് മുമ്പ് ചുറ്റുപാടും മരിച്ച ജന്മങ്ങൾ മാത്രം, മൃതപ്രായരായി കിടക്കുന്ന മനുഷ്യൻ മാത്രം, ജീവനില്ലാത്ത അവസ്ഥയിൽ ആണ്ടുപോയ അസ്ഥി കൂമ്പാരങ്ങൾ മാത്രം. അങ്ങനെയുള്ള സ്ഥലത്തുകൂടെ ഈ നദിയിലെ വെള്ളം ഒഴുകിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയെല്ലാം ജീവൻ ഉളവായി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആലയത്തിന്റെ വലത്തുഭാഗത്ത് നിന്നാണ് ഈ നദി ആരംഭം കുറിച്ചത്. ഈ വലത്തു നിന്ന് ആരംഭിച്ച് യാഗപീഠത്തിന്റെ തെക്കുഭാഗത്തുകൂടെ ഒഴുകി. നോക്കിക്കേ, കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ കർത്താവിന്റെ രക്തം, കർത്താവിന്റെ വലത്തുവശത്തു നിന്നും ഇറ്റിറ്റു വീഴാൻ തുടങ്ങിയ രക്തം, അത് പിന്നീട് ഒഴുകുവാൻ തുടങ്ങി. തന്റെ ശരീരത്തിൽ നിന്നും വാർന്നൊഴുകിയ രക്തം കാൽവറി ക്രൂശിലെ യാഗപീഠത്തിൽ ക്രൂശിൽ നിന്നും ഒഴുകിയിറങ്ങിയ ആ രക്തം ഈ ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങി. പാപത്താൽ നിറയപ്പെട്ട ഉണങ്ങി വരണ്ട ഭൂമി, പാപത്താൽ നിറയപ്പെട്ട ഉണങ്ങി വരണ്ട അസ്ഥി കഷ്ണങ്ങളായ ആത്മാക്കളെ തേടി ഈ നഷ്ടപ്പെട്ട ഭൂമിയിലൂടെ ആ പുണ്യാഹ രക്തം ഒഴുകിയിറങ്ങി. പ്രൈസ് ദി ലോർഡ്. ജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവീക നദി, ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തു. ഈ ജീവന്റെ നദി അതിന്റെ യാത്ര തുടങ്ങിയ കാലം മുതൽ മാനവ ചരിത്രത്തിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത് തൊട്ട കാലം മുതൽ ധാരാളം കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. ഒന്ന്, ഈ നദി ജീവൻ കൊണ്ടുവരുന്നതാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം ഒന്നുകൂടി നോക്കിയാൽ അവിടെ നാം വായിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളെ നമുക്കവിടെ കാണാൻ കഴിയും. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി മാറ്റപ്പെടും. ഈ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് മാനസാന്തരത്തിലൂടെ യേശു കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ച് യേശുവിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ടു പോകുന്ന സകലർക്കും ഈ ജലം പൊങ്ങി വരുന്ന ഒരു നീരുറവായി തീരും. ഈ ജലം നാം കുടിച്ച് തൃപ്തി പ്രാപിച്ചാൽ മാത്രം പോരെ, പിന്നെയോ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും പൊങ്ങി വന്ന് ഒരു നീരുറവയായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും പൊട്ടി പുറപ്പെട്ട് പുറത്തേക്കൊഴുകി അനേകം നശിച്ചു കിടക്കുന്ന ആത്മാക്കൾ, അല്ലെങ്കിൽ അനേകം മരണാവസ്ഥയിൽ കിടക്കുന്നവർ, മരിച്ചുപോയ ആത്മാക്കൾ, അല്ലെങ്കിൽ എല്ലിൻ കഷ്ണമായി കിടക്കുന്ന ആത്മാക്കൾക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു നീരുറവയായി മാറ്റപ്പെടുവാൻ ഈ ജലം നമ്മുടെ ഉള്ളിൽ നിന്നും പൊങ്ങി വരും എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം. എന്തിനു വേണ്ടി? ഒരു നിത്യജീവൻ പ്രാപിക്കുവാൻ. എന്തിനു വേണ്ടി? നിത്യജീവനിലേക്ക് പോകുവാൻ. എന്താ ഇതിന് കാരണം? ഇതിന് കാരണം യേശു കർത്താവാണ് നദിക്ക് കാരണം. കർത്താവ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവരും ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ, നമ്മെ മുഖാന്തരമാക്കുവാൻ. അങ്ങനെ അവരും കാൽവറിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ ഈ ജീവന്റെ നദി നമ്മിൽ നിന്നും പുറപ്പെട്ട് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ, നമ്മിൽ കൂടി സംസാരിച്ച് ഓരോ ദിവസവും അതിന് നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നതാണ് ഈ ജീവന്റെ നദി. അത്താൽ ഈ നദി ലോകത്തിൽ മനുഷ്യന് ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ഈ നദി. ഇനി അതിന്റെ രണ്ടാമത്തെ വശം, ഈ നദി നമ്മെ സംതൃപ്തരാക്കി മാറ്റിയെടുക്കുന്നതാണ്. സങ്കീർത്തന ഭാഗത്തേക്ക് വന്നാൽ സങ്കീർത്തനത്തിന്റെ 63-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കിയാൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും.
വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദാവീദിനറിയാമായിരുന്നു ദൈവത്തിൽ നിന്നുള്ള ക്ഷമയും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും തനിക്ക് കൂടിയേ തീരൂ തന്റെ ജീവിതത്തിലെന്ന്. അതുകൊണ്ട് ദാവീദോട് പറയുക, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ ഞാൻ നിന്നെ അന്വേഷിക്കും. പിന്നെ പറയുന്നു, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത്, അഥവാ എന്റെ ആത്മാവ് വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ഒരു ദേശം പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് ദാവീദ് പറയുക, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം, അഥവാ എന്റെ ആത്മാവ്, എന്റെ മനസ്സ്, എന്റെ ഹൃദയം നിനക്കായി ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു ദാവീദിനെ കാണാം. എന്തിനു വേണ്ടിയാണ് ദാവീദ് ദാഹിക്കുന്നത്? ദൈവത്തിൽ നിന്നുള്ള വെള്ളം പാനം ചെയ്യുവാൻ വേണ്ടി. പിന്നെ ദാവീദ് പറയുന്നത്, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. ദൈവത്തെ കാക്ഷിക്കുന്ന ഒരു ദേഹത്തിന്റെ ഉടയനായ, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ആത്മാവുള്ളവനായ ദാവീദ് വിളിച്ചു പറയുക, ഞാൻ ഉണങ്ങി വരേണ്ട രീതിയിൽ എന്റെ ആത്മാവായിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവജല നദിയിൽ നിന്നും ആ വെള്ളം എന്നിലേക്ക് പകർന്ന് എന്റെ ദാഹത്തെ നീ ശമിപ്പിക്കണമേ എന്ന് വിളിച്ചു പറയുന്ന ദാവീദ് രാജാവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചെന്റെ ദാഹം ശമിപ്പിച്ചാൽ അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ദാവീദിന്റെ വാക്കുകൾ നമുക്കവിടെ കാണുവാൻ വായിക്കുവാനായി കഴിയുന്നു. ദാവീദിനറിയാമായിരുന്നു ദൈവത്തിൽ നിന്ന് മാത്രമേ ക്ഷമ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ദാവീദിനറിയാമായിരുന്നു ദൈവത്തിൽ നിന്ന് മാത്രമേ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം തനിക്ക് കൂടിയേ തീരൂ എന്ന് ദാവീദിന് അറിയാമായിരുന്നു. ഉണങ്ങി വരേണ്ട തന്റെ മനസ്സിന് ദൈവത്തിന്റെ നദിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലം കുടിച്ച് തൃപ്തി പ്രാപിക്കുവാൻ വളരെയേറെ ആഗ്രഹമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു ഭാഗത്ത് വചനത്തിൽ നാം വായിക്കുന്നു, എന്റെ ഉള്ളം വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന മനസ്സുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ദൈവത്തിന്റെ മുൻപാകെ ദാവീദ് പല പ്രാവശ്യം തെറ്റിപ്പോയതാ. പല പ്രാവശ്യം താൻ തെറ്റിപ്പോയത് താൻ അനുസ്മരിച്ചുകൊണ്ട് ദാവീദിന്റെ ഹൃദയം സമാധാനവും ക്ഷമയും പ്രാപിക്കുവാൻ ആ നദിയായ ദൈവത്തിന്റെ മുമ്പാകെ തന്റെ ഹൃദയം, തന്റെ മനസ്സിനെ പകരുന്ന ദാവീദ് രാജാവിനെ നമുക്കിവിടെ കാണാം. ആ ദൈവത്തിന് മാത്രമേ അത് നൽകുവാൻ കഴിയുകയുള്ളൂ. ഉണങ്ങി വരേണ്ട അവസ്ഥയിലായിരിക്കുന്ന ദാവീദിന്റെ മനസ്സിന് കുളിർമ കൊടുക്കുവാൻ ആ ജീവജല നദിയിൽ നിന്നും കുടിച്ചാൽ മാത്രമേ തന്റെ ക്ഷീണം മാറുകയുള്ളൂ എന്നും തന്റെ ദാഹം മാറുകയുള്ളൂ എന്നും മനസ്സിലാക്കിയ ദാവീദ് അതിനുവേണ്ടി കാക്ഷിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മാവിൽ ഇന്ന് രാത്രികാലം ദരിദ്ര അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ, ആത്മാവിൽ ഇന്ന് രാത്രികാലം ക്ഷീണാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ, ആത്മാവ് ഈ രാത്രികാലം ദാഹത്താൽ വലഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഈ രാത്രികാലം ദാഹമേറി വരുന്നുവെങ്കിൽ, ദാഹം തീർക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലുള്ള ജീവജല നദിയിൽ നിന്നും ഈ രാത്രികാലം ആവോളം മുത്തിമുത്തി കുടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഈ രാത്രികാലം സഹായിക്കുമാറാകട്ടെ. ദാവീദ് തന്നെത്താൻ ദൈവത്തിന്റെ മുമ്പാകെ താൻ സമ്മതിച്ചു, എന്റെ ദൈവമേ നിനക്ക് മാത്രമേ എനിക്കത് തരുവാൻ കഴിയുകയുള്ളൂ. ഈ ഏകാന്തമായ, ഈ പാപത്താൽ കറുത്തു വിരൂപമായ
ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുകയില്ല. പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുകയില്ല. പാപം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ കയറി കുടിയേറുവാൻ, അത് നമ്മെ നിത്യമരണത്തിൽ, നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കുവാൻ തത്രപ്പെട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂറും 365 ദിവസവും. ഈ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ, ഉണങ്ങി വരേണ്ട അവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഈ നദി നമ്മിലേക്ക് ഒഴുകുകയല്ലാതെ മറ്റ് യാതൊരു മാർഗവും നമ്മുടെ മുമ്പാകെയില്ല. ലോകത്തിലെ ഇസങ്ങളോ, ലോകത്തിലെ സമ്പത്തിനോ, ലോകം തരുന്ന സമാധാനത്തിനോ, ശാന്തിക്കോ ഒന്നും ഈ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ, ആത്മാവിന്റെ ഉണങ്ങി വരേണ്ട അവസ്ഥയിൽ നിന്നും നമുക്ക് വിടുതൽ തരുവാൻ, നിത്യ നരകത്തിൽ നിന്നും നിത്യജീവങ്കലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ ഒന്നിനും കഴിയുകയില്ല. പിന്നെയോ ദൈവത്തിന്റെ ഈ നദിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. സങ്കീർത്തന പുസ്തകം 46 അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങളിൽ ദാവീദ് വീണ്ടും പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കാണാം. അവിടെ ദാവീദ് വായിക്കുന്നു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തത്തെ കുറിച്ച് ദാവീദ് അവിടെ പറയുക. അവിടെ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അഥവാ നമ്മളിന്ന് വായിച്ച വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ വിഷയം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. പാപത്തിന്റെ ശക്തി നമ്മെ തകർത്ത് കളയുവാൻ, നമ്മെ കാർന്നു തിന്നു കളയുവാൻ, നമ്മെ നരകത്തീക്ക് ഓഹരിക്കാരാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മെ വിളിച്ചു വലിച്ചുകൊണ്ടു പോകുമ്പോൾ ദൈവം അതിന് അനുവദിക്കാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ഈ ദൈവത്തിന്റെ നദിയുമായി ഈ രാത്രികാലം ഇറങ്ങി വന്നിട്ടുണ്ട്. പാപത്തിന്റെ മോഹങ്ങളിൽ നിന്നും, വശീകരണത്തിൽ നിന്നും, അതിന്റെ ആകർഷണങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ രാത്രികാലം ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ, എന്റെ ദൈവമേ എനിക്ക് മാത്രം എന്താ ഈ പരീക്ഷ എന്ന ചിന്താഭാരത്തോടെ ഈ രാത്രികാലം വചനത്തിന്റെ മുമ്പാകെ ഈ ലൈനിലായിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് ഈ രാത്രികാലം നമ്മോട് പറയാനുള്ളത് വചനത്തിലൂടെ: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് പറയുക, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ ഈ നദി, ദൈവ സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടതായ നദി, അഥവാ ആലയത്തിൽ നിന്നും പുറപ്പെട്ടതായ നദി. ഒന്ന് നോക്കിയേ, കാൽവറി ക്രൂശിൽ, ഭൂമിയുടെ മധ്യഭാഗത്ത് കാൽവറി ക്രൂശിൽ നിന്നും പുറപ്പെട്ട ഈ നദി നമുക്ക് ശക്തി പകരുന്നതാണ്. ഈ നദി, ഇതിന്റെ ശക്തി നമ്മെ സംതൃപ്തമാക്കുന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ നിണം കൊണ്ട് ഒഴുകി വരുന്ന ആ നദി നമ്മെ സംതൃപ്തമാക്കി നമ്മെ എടുക്കുന്ന നമ്മുടെ ആത്മാവിന് സംതൃപ്തി തരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഇനി മൂന്നാമത്, ഈ ദൈവത്തിന്റെ നദി നമ്മെ ശുദ്ധിയുള്ളവരാക്കി മാറ്റുന്നതാണ്. ഈ ഭൂമണ്ഡലത്തിൽ, ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും, ഭൂമിയുടെ ഏത് കോണിൽ നോക്കിയാലും, എല്ലാ ദിവസവും, അർത്ഥാൽ 365 ദിവസവും അവിടെ പാർക്കുന്നതായ ജനങ്ങൾ എല്ലാവരും, ഒന്നുകൂടെ പറഞ്ഞാൽ, ലോകത്തിന്റെ ഏതൊരു കോണിൽ വസിക്കുന്ന ഏതൊരു മനുഷ്യനും വെള്ളം ഉപയോഗിച്ച് തങ്ങളെയും തങ്ങളുടെ ചുറ്റുമുള്ളതിനെയും കഴുകി വൃത്തിയാക്കി തീർക്കുവാൻ ശ്രമിക്കാറുണ്ട്. നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഉപയോഗിച്ച് നമ്മെ ശുദ്ധീകരിക്കും, നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കും, വീട്ടിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ കഴുകി ശുദ്ധീകരിക്കും, നമ്മുടെ പുറത്തുള്ള വീടിന് പുറത്തുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഒരുപക്ഷെ കഴുകി ശുദ്ധീകരിക്കും.
നമ്മുടെ ഓടിക്കുന്ന വാഹനങ്ങളിൽ പെട്ടിരിക്കുന്ന അഴുക്കുകൾ മാറ്റിപ്പോകാൻ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ശുദ്ധീകരണ ക്രിയ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവം വെള്ളമുണ്ടാക്കിയപ്പോൾ കഴുകി വൃത്തിയാക്കുവാൻ കഴിവുള്ള ഒരു വസ്തുവായിട്ടാണ് ദൈവം അതിനെ ഉണ്ടാക്കിയത്. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ആഴിയെയും ഊഴിയെയും സൃഷ്ടിച്ച ദൈവം, ഈ അണ്ടകടാഹത്തെ മുഴുവൻ ഉണ്ടാക്കിയവനായ ദൈവം വെള്ളത്തെ ഉണ്ടാക്കിയപ്പോൾ അതിന് കൊടുത്ത ഒരു പ്രത്യേക ശുശ്രൂഷ, അത് കഴുകി ശുദ്ധീകരിക്കുവാൻ തക്ക കെൽപ്പുള്ള ഒരു വസ്തുവാക്കി ദൈവം അതിനെ ഉണ്ടാക്കി. അത് ലോകത്തിൽ എവിടെ പാർക്കുന്നവർക്കായാലും അതാണ് അതിന്റെ ഗുണമായി അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത സാധാരണ വെള്ളത്തിന് വസ്തുക്കളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ശക്തിയാണ് ഈ ദൈവത്തിന്റെ നദിയിലെ വെള്ളത്തിനുള്ളത്. ഈ നദിയുടെ അല്ലെങ്കിൽ ഈ നദിയിലെ വെള്ളത്തിന്റെ പ്രത്യേകത, ആ വെള്ളം ഉള്ളിന്റെ ഉള്ളിലേക്കിറങ്ങി ശുദ്ധീകരിപ്പാൻ അതിന് കഴിവുണ്ട്. മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അതിന് കഴിവുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ടാപ്പിൽ കൂടി വരുന്ന വെള്ളത്തിന് നമ്മുടെ പുറം മാത്രം ശുദ്ധീകരിക്കുവാൻ കഴിയുമ്പോൾ, അത് നമ്മുടെ പുറമേയുള്ള അഴുക്കിനെ കഴുകി ശുദ്ധീകരിക്കുവാൻ അതിന് കഴിയുമ്പോൾ, എന്നാൽ ദൈവനദിയിൽ നിന്നും വരുന്ന ജീവജലം നമ്മുടെ ത്വക്കിനെ ഭേദിച്ച് മാംസത്തെ ഭേദിച്ച് അകത്ത് കയറി നമ്മുടെ ഹൃദയത്തിൽ കുടികൊണ്ടിരിക്കുന്ന അഴുക്കുകളെ, നമ്മുടെ ഹൃദയത്തിൽ കുടികൊണ്ടിരിക്കുന്ന കറകളെ, മാത്രമല്ല നിത്യമരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നതാണ് ദൈവനദിയിലെ വെള്ളത്തിന്റെ പ്രത്യേകത. ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും, ഓരോ യുദ്ധങ്ങളും, ഓരോ ജനനവും, ഓരോ മരണവും യേശുവിന്റെ രക്തത്താൽ അഫക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഓരോ രാജ്യത്തിന്റെയും തീരങ്ങൾ ഈ നദിയാൽ കഴുകിയിട്ടുണ്ട് കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട്. ഓരോ ജീവനും ഈ രക്തത്താൽ കഴുകിയിട്ടുണ്ട്. യേശുവിന്റെ രക്തം മാനവകുലത്തിന്റെ ശുദ്ധീകരണത്തിനായി നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈ യേശുവിന്റെ രക്തം. ആ രക്തം ഒഴുകി വരുന്ന ദൈവത്തിന്റെ നദിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ വാക്കുകൾ ഇങ്ങനെ പറയുന്നു. ഏറ്റവും മനോഹരമായ പദപ്രയോഗം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. ലോകത്തിൽ പാർക്കുന്ന ആർക്കും നിറവ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല, സ്ഥാനമാന വ്യത്യാസങ്ങളില്ല, ലിംഗവ്യത്യാസമില്ല, ധനവാനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. ആർക്കും ഈ യേശുവിന്റെ അടുക്കൽ വരാം. കാരണം യേശുവിന്റെ രക്തത്തിന് എന്തും ശുദ്ധീകരിക്കുവാനുള്ള കഴിവുണ്ട്. രക്താംബരം പോലെയുള്ള പാപത്തെ ഹിമം പോലെ ശുദ്ധീകരിപ്പാൻ കഴിവുള്ളതാണ് യേശുവിന്റെ രക്തം. യേശു കർത്താവ് മനസ്സോടെ തന്റെ ചുടുചോര ഊറ്റിയതിന്റെ കാരണം നമുക്കെല്ലാവർക്കും ഈ രക്തത്തിന്റെ ശുദ്ധീകരണ ശക്തി ഏറ്റെടുക്കുവാൻ വേണ്ടിയായിരുന്നു. യോഹന്നാൻ ഈ വെളിപ്പാടിൽ കണ്ട സ്വർഗത്തിലെ പുതിയ യെരൂശലേമിലെ നദി, എസെക്കിയേൽ കണ്ട ദൈവത്തിന്റെ നദി, ഒരിക്കലും നിലക്കാത്ത എന്നും പുതുതാക്കി തീർക്കുന്ന ഈ നദി. യെശയ്യാവിന്റെ പ്രവചനം 59-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത നിത്യവാനായ ദൈവം വിളിച്ചു പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അതിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നത് കേൾപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ ദൈവത്തിന്റെ ചെവി
മന്ദമായിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെയും പ്രായാധിക്യത്തിലെത്തുമ്പോൾ നമ്മുടെ ചെവിയുടെ കേൾവിക്ക് മന്ദത ഉണ്ടാകാം. എന്നാൽ ദൈവം, നിത്യവാനായ ദൈവം, സർവശക്തനായ ദൈവം, നിത്യതയിൽ അധിവസിക്കുന്ന ദൈവം, തന്റെ ശക്തിയിൽ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ ചെവി മന്ദമായിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. തന്റെ പുത്രനെ തന്ന്, ഏകജാതനായ തന്റെ പുത്രനെ തന്ന് നമ്മെ ഓരോരുത്തരെയും നിത്യമരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ നമ്മോട് ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് ജയം തരുന്ന ഒരു ദൈവമാണ് ഈ ജീവജല നദി നമുക്ക് വേണ്ടി ഒഴുക്കി വെച്ചിരിക്കുന്നത്. ഇനി നാലാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ദൈവത്തിന്റെ നദി എക്കാലവും മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നദിയുടെ പ്രത്യേകത, കുറെ കാലത്തേക്ക് ഒഴിയതിനു ശേഷം അത് നിന്നുപോകുകയോ നിലച്ചു പോകുകയോ ഉണങ്ങി വരണ്ടു പോവുകയോ ചെയ്യുന്ന ഒരു നദിയല്ല ഈ നദി. പിന്നെയോ ഈ നദി എക്കാലവും മാനവജാതിയുടെ ഈ ലോക ജീവിതകാലം മുഴുവൻ ഇടപെടുന്നതായ ഒരു നദിയായി ഈ നദിയെ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവ് കുറച്ചു പേർക്ക് വേണ്ടി മരിക്കുവാനല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിന്റെ ആഗ്രഹം എല്ലാവരും രക്ഷിക്കപ്പെടണം, ആരും നശിച്ചു പോകരുത്. ആദിമസഭ ആരംഭമിട്ടത് പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച മനുഷ്യന് കൊടുത്തുകൊണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. പെന്തക്കോസ്ത് ദിവസം 120 പേർ കൂടിയിരുന്ന മാളിക മുറിയിലേക്ക് പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റുപോലെ ഇറങ്ങി വന്നു എന്ന് നാം കാണുന്നു. ആ 120 പേരുടെ ജീവിതത്തിൽ ഒരു അതിഭയങ്കരമായ ഉണർവുണ്ടായി. സഭാ കാലയളവ് മുഴുവൻ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കാലത്തിന്റെ പോക്കിൽ റിഫോർമേഷൻ കാലം വന്നു. വേദപുസ്തകത്തിലെ സത്യങ്ങൾ മാർട്ടിൻ ലൂതറിനും മറ്റുള്ളവർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഏറ്റവും വലിയ ഉണർവ് ആരംഭിക്കുവാൻ ദൈവം അവിടെ ചുക്കാൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ചുരുക്കം പേരിൽ അവർ അതിനെ മറ്റുള്ളവരിലേക്ക് ലോകമാസകലം പടരുവാൻ അവരിൽ കൂടെ ദൈവം ഇടയാക്കി. സത്യത്തിന്റെ വെളിച്ചം, വിശ്വാസത്താലുള്ള ജീവിതം, വിശ്വാസത്താൽ കിട്ടുന്ന രക്ഷ, ഇത് ദൈവത്തിന്റെ കരുണയാലാണെന്ന് പഠിപ്പിച്ച് പ്രോട്ടസ്റ്റന്റ് ശബ്ദങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉയരുവാൻ തക്കവണ്ണം തുടങ്ങി. അതിന്റെ അനന്തര ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്നതായ ഈ നന്മകൾ, ആത്മീക നന്മകൾ. ദൈവത്തിന്റെ നദി ശക്തമായി ലോകമാസകലം ഒഴുകുവാൻ തുടങ്ങി. ചരിത്രം നോക്കിയാൽ ചരിത്രത്തിലൂടെ ഈ നദി ജൈത്രയാത്ര നടത്തിയത് നമുക്ക് കാണുവാൻ കഴിയും. ഈ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഒരിക്കലും കുറയാതെ ശക്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാലങ്ങൾ, ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ മൂകമായി ഈ രാത്രികാലം നമ്മോടും ശക്തമായി നമ്മോട് ഭാഷിക്കുവാൻ കഴിയുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി, 1ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ശക്തിക്ക് യാതൊരു തളർച്ചയും ഒരു വാട്ടവും പറ്റാതെ വണ്ണം ഇന്നും ശക്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. നാം പാർക്കുന്ന ഈ രാജ്യത്തിലെ കാലിഫോർണിയയിലെ അസൂസ തെരുവിൽ മറ്റൊരു ശക്തമായ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. കാരണം രക്ഷിക്കപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയം വെച്ച് യേശുവിന്റെ പാപത്തിന് പരിഹാരകനാണെന്ന് വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വന്നവർ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിനു വേണ്ടി അഥവാ നിറവിന് വേണ്ടി അതിനുവേണ്ടി കാക്ഷിക്കുവാൻ തുടങ്ങി. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്ന് അതിനുവേണ്ടി കാക്ഷിക്കുവാൻ തുടങ്ങിയ കാലഘട്ടം. ആ ഉണർവ് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അന്ന് കത്തി ജ്വലിച്ച ഉണർവ് ശക്തമായി നാം പാർക്കുന്ന ഈ കാലയളവിലും അതിശക്തിയോടെ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം ഈ ദൈവത്തിന്റെ നദി കഴിഞ്ഞ കാലത്തേക്കാൾ ശക്തമായി ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ലോകമാസകലം, ഈ അമേരിക്കയിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്പിൽ മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും
അതുപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും എല്ലാം ശക്തമായി ഈ നദി ഒഴുകിയിറങ്ങി ശക്തിയോടെ അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ചുറ്റും ലോകമാസകലം ജനങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ആത്മാക്കൾ കൂട്ടമായി നിത്യ നരകത്തിൽ നിന്നും നിത്യ ജീവനിലേക്ക് ഈ ജീവജല നദിയിൽ നിന്നും കുടിച്ചല്ലെങ്കിൽ പാനം ചെയ്ത് അവർ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന ജനങ്ങൾക്ക് രൂപമുണ്ടാക്കിക്കൊണ്ട് ലോകത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ അടുത്തു പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള, ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ കേട്ടിട്ടുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്, ചില മുറവിളികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ്: ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാണ് പൈങ്കിളിയെ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ. അവർ പാടി നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളെ ചെങ്കൊടിക്ക് പിന്നിൽ അണിനിരത്തിയതായ കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം ഈ ലോകത്തിൽ 76 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ലോകത്തിൽ നിന്നും അസ്തമിച്ച് കാറ്റടിച്ചതിനെ മാറ്റിക്കളഞ്ഞു. 76 വർഷം ശക്തമായി കടന്നു വന്ന ആ ഈസം ലോകത്തിൽ നിന്നും കടന്നുപോയി. ശക്തിമത്തായ നേതാക്കന്മാരായ കാറൽ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും ലെനിനും ജോസഫ് സ്റ്റാലിനും ലിയോൺ ട്രോട്സ്കിയും ഇവരൊക്കെയും കമ്മ്യൂണിസത്തിന് ചുക്കാൻ പിടിച്ച് ജനങ്ങളെ യൂറോപ്പിലും റഷ്യയിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും ചൈനയിലും അനേകം രാജ്യങ്ങളിൽ ശക്തിയോടെ കമ്മ്യൂണിസം പകർത്തിയെടുത്ത് ലോകമാസകലം പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ശക്തിയോടെ പ്രവർത്തിച്ചതായ ഒരിസം. എന്തുപറ്റി? 76 വർഷത്തെ അതിന്റെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ കരം ചലിച്ചപ്പോൾ 76 വർഷം കൊണ്ട് അതിനെ അറുതി വരുത്തിയത് ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, USSR എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ഈ 76 വർഷം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏകദേശം 76 വർഷം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസത്തിന് തുടക്കം കുറിച്ചതായ രാജ്യം ലോകത്തിൽ ശിഥിലമായി മാറ്റപ്പെട്ടു. ഇന്നത് ലോക മാപ്പിൽ അതിനെ കാണാനില്ല കേട്ടോ. സോവിയറ്റ് യൂണിയൻ ഇന്ന് ഭൂപടത്തിലില്ല. അതിന്റെ സ്ഥാനത്ത് നിന്ന് 16 രാജ്യങ്ങൾ സ്ഥാനം പിടിച്ചു. എന്തുപറ്റി കമ്മ്യൂണിസത്തിന്? കമ്മ്യൂണിസം ലോകത്തിൽ മനുഷ്യൻ കൊണ്ടുവന്ന ഇസങ്ങൾക്കൊരു കാലപരിധി. ആ കാലം കഴിയുമ്പോൾ അത് തച്ചുടച്ച് ദൈവം അതിനെ മാറ്റിക്കളയുന്ന ശക്തമാനായ ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 76 വർഷത്തെ പ്രവർത്തനത്തോടെ കമ്മ്യൂണിസം തകർന്നടിഞ്ഞപ്പോൾ 2000 വർഷം കൊണ്ട്, കഴിഞ്ഞ 2000 വർഷം കൊണ്ട് പ്രസംഗിക്കുന്നു ഈ യേശുവിനെ. ആ യേശുവിനെ ഇന്ന് ഞാനും പ്രസംഗിക്കുന്നു. ആ യേശുവിനെ ലോകമാസകലം ഇന്ന് അനേകർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ രാത്രികാലം നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2000 വർഷം കൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ചിഹ്നിച്ചെറിയ ആ ചോരത്തുള്ളികൾ ഉണ്ടല്ലോ, അതിന്നും 10,000-ങ്ങളെ ഓരോ ദിവസവും മരണത്തിൽ നിന്നും ജീവനിലേക്ക് പിടിച്ചു കയറ്റുന്ന ജീവന്റെ ഉറവയായ ജീവജല നദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ജീവജല നദി ലോകത്തിന്റെ നാനാ കോണുകളിൽ ഒഴുകി അതിന്റെ ചുറ്റുപാടും കിടക്കുന്ന ആ ഉണങ്ങിപ്പിടിച്ച അസ്ഥികളെ ജീവൻ കൊടുത്തുകൊണ്ട് അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അത് വലിയ ശക്തിമത്തായ അതൊരു വലിയ സൈന്യമാക്കി നിലനിർത്തുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അതിനു മുമ്പ് ഒരു ഇസത്തിനും ഇതിനെ തച്ചുടയ്ക്കുവാൻ കഴിയില്ല. ഒരു മതത്തിനും ഇതിനെ തച്ചുടയ്ക്കാൻ കഴിയില്ല.
ഒരു രാഷ്ട്രീയ നേതാവിനും ഇതിനെ തച്ചുടയ്ക്കാൻ കഴിയില്ല. ലോകത്തിലെ ഒരു നിയമത്തിനും ഇതിനെ തച്ചുടയ്ക്കാൻ കഴിയില്ല. നിയമങ്ങളിനെ തച്ചുടയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു കാലത്ത് നിയമം കൊണ്ടുവന്നതിനെ പിന്നീട് കാറ്റിൽ പറത്തി ഈ സുവിശേഷം ശക്തമായി ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം വചനം പറഞ്ഞു, ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. എന്നിട്ട് പിന്നെ വീണ്ടും വചനം പറയുന്നു, അപ്പോൾ അവസാനം വരും. അർത്ഥാൽ ലോകത്തിന്റെ അവസാനം വരുന്ന കാലത്തോളം, അല്ലെങ്കിൽ ദൈവസഭ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്ന കാലത്തോളം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും ഇത് പ്രസംഗിക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ. കാരണം രക്ഷിക്കപ്പെടാത്തവർ, നിത്യ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവർ, അന്ധകാരത്തിൽ നുഖത്തിന്റെ കീഴിലായിരിക്കുന്നവർ, അസമാധാനത്തിൽ കൂടി കഴിയുന്നു പോകുന്നവർ, രോഗത്തിൽ കൂടെ വേദനയിൽ കൂടെ കടന്നു പോകുന്നവർ, മാനസിക അസ്വസ്ഥതയിൽ കൂടെ കടന്നു പോകുന്നവർ, ഇവരെ ഒക്കെ വീണ്ടെടുക്കുവാൻ, ഇവർക്ക് സ്വസ്ഥത കൊടുക്കുവാൻ, ഇവരെ നിത്യനരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ, അവരുടെ അസമാധാനം മാറ്റി സ്വർഗത്തിലെ സമാധാനം അവരുടെ ഉള്ളത്തിലേക്ക് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ച്, ദൈവം ഒരു ക്രിയാപദം, ഒരു ക്രിയാപരിപാടി ഒരുക്കി വച്ചിരിക്കുമ്പോൾ ലോകത്തിനെ തച്ചുടയ്ക്കാൻ കഴിയില്ല. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെട്ട് കഴിയുമ്പോൾ അവസാനം വരും, അല്ലെങ്കിൽ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടും. സാത്താന് ഈ ദൈവത്തിന്റെ നദിയെ പിടിച്ചു നിർത്താൻ കഴിയില്ല കേട്ടോ. കഴിഞ്ഞ 2000-ൽ പരം വർഷമായി ഈ നദിയെ പിടിച്ചു നിർത്താൻ നോക്കുക. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വന്നപ്പോ തന്നെ പിടിച്ചു നിർത്തുവാൻ തുടങ്ങി. കർത്താവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, നീ പണിക്കൊന്നും പോണ്ട, ഇതെല്ലാം നിനക്കങ്ങ് തന്നേക്കാം, നീ മരിക്കാനും കൊല്ലപ്പെടാനും ഒന്നും പോകണ്ട, നിന്റെ ജീവൻ ആർക്കും കൊടുക്കണ്ട. അന്ന് തുടങ്ങിയ സാത്താന്റെ പണിയാ. ഇന്നും അതേ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നദിയെ പിടിച്ചു നിർത്തുവാൻ സാത്താന് കഴിയില്ല. സാത്താനും എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ഈ നദിയാൽ ഒഴുക്കി മാറ്റിക്കളയുന്ന, എവിടോട്ടാ മാറ്റിക്കളയുന്നത്? നിത്യ നരകത്തിലേക്ക് മാറ്റിക്കളയാനുള്ള സമയം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഈ ദൈവത്തിന്റെ നദിയെ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയില്ല. ദൈവശക്തിയുടെ പ്രളയം ഈ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ ഈ നദി ഈ രാത്രികാലം നിങ്ങളെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? ലോകത്തെ ശുദ്ധീകരിക്കുവാൻ ഉള്ള ഈ നദി, ദൈവത്തിന്റെ നദി, ഈ നദി ഇന്ന് രാത്രികാലം നിങ്ങളുടെ സമീപയെ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ നദിയിൽ ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നദിയിലേക്ക് ഒന്നിറങ്ങാമെങ്കിൽ, ഒരു സ്റ്റെപ്പ് വെക്കാമെങ്കിൽ, അത് കുറച്ചു കഴിഞ്ഞ് നരിയാണയിൽ നിന്നും നിന്നെ മുട്ടോളം ആത്മനദിയിൽ കൊണ്ടെത്തിക്കുന്നതായി ഈ നദി. മുട്ടോളം വന്ന നിന്റെ ആത്മീക നന്മകളെ വീണ്ടും അത് ഉയർത്തി അവസാനം നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, അർത്ഥാൽ ദൈവത്തിന്റെ കരത്തിൽ ഒതുങ്ങിക്കൊടുത്ത് ദൈവത്തിന്റെ ഹിതം നിന്നെ നിവർത്തിക്കപ്പെട്ട് നിത്യജീവന് നിന്നെ ഓഹരിക്കാരനാക്കി മാറ്റിയെടുക്കുന്നതാണ് ഈ നദി. ദൈവസ്നേഹത്തിന്റെ ഈ നദിയിലേക്ക് ഒരു പടി ഇന്ന് രാത്രികാലം ഇറങ്ങിച്ചെല്ലാമോ? ഇന്ന് ഒരു പടി ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുമെങ്കിൽ ഈ നദി നിങ്ങളുടെ ഹൃദയത്തിൽ ഒഴുകിയിറങ്ങുവാൻ ഇന്ന് ദൈവം ഈ രാത്രികാലം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ കുഞ്ഞാനിന്റെ രക്തം നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ ഈ രാത്രികാലം ഇടയായിത്തീരും. മാത്രമല്ല, ഈ നദിയിലിറങ്ങി നീന്തി തുടിക്കുവാൻ, ദൈവസ്നേഹത്തെയും ദൈവത്തിന്റെ കരുണയെയും ദൈവത്തിന്റെ മനസ്സലിവിനെയും കാണുവാൻ, ഈ നദിയിൽ ഇറങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവി രാത്രികാലം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 22:1-2 ഇങ്ങനെ പറഞ്ഞു, വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി എന്നെ കാണിച്ചു. ആ നദിയുടെ പ്രത്യേകത, ആ നദി പോകുന്ന സ്ഥലത്തൊക്കെയും അതിന്റെ ജീവവൃക്ഷങ്ങൾ നിലനിൽപ്പുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതിന്റെ ഫലം കൊടുക്കുന്നു. മാത്രമല്ല, ആ വൃക്ഷത്തിന്റെ ഇല രോഗശാന്തിക്ക് ഉതകുന്നതായ ഇല.
എവിടെയെല്ലാം ഈ ജീവജല നദി ഒഴുകിയിട്ടുണ്ടോ അവിടെയെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ ഇടയാക്കി തീർന്ന ചരിത്രമാണ് ലോക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യമില്ലായ്മയിൽ കൂടെ കടന്നുപോയ രാജ്യങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിപ്പിക്കുവാൻ ഇടയാക്കി തീർത്തതാണ് ഈ യേശു കർത്താവിന്റെ രക്തത്തിൽ കൂടി ഒഴുകിയിറങ്ങിയ ഈ ജീവജല നദി. ഇന്ന് രാത്രികാലം ജീവൻ കൊടുക്കുന്ന ഈ ജലനദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്നും മതിയാകുവോളം കുടിക്കുവാൻ, പാനം ചെയ്യുവാൻ, അതിൽ നീന്തി തുടിക്കുവാൻ, നീന്തിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മീക പ്രവാഹത്തിലേക്ക് എടുത്തു ചാടി ഇന്ന് രാത്രികാലം സന്തോഷത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ രാത്രികാലം സഹായിക്കട്ടെ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എന്റെ വാക്കുകളോട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും രാത്രികാലം സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുണ്യനാമത്തിന് മഹത്വം, സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തിന്റെ പൂർണ്ണത ലഭ്യമാകുവാൻ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെടുന്ന ആ നദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം ദൈവത്തിന്റെ പൈതലെ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സൗഖ്യമില്ലാതെ, പ്രശ്നം നിറഞ്ഞവരായി, കയ്പുള്ളവരായി, മനോവേദനയോടുകൂടെ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വചനം ശ്രദ്ധിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് ലഭ്യമാകുന്ന എല്ലാ സൗഖ്യങ്ങളും ശാരീരികമായി, മാനസികമായി നമ്മുടെ ജീവിതത്തിൽ തരുവാൻ പോകുന്ന ആ സ്വർഗീയ സമാധാനം, സന്തോഷം, സൗഖ്യം ഈ ജീവജല നദിയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ നമ്മളോട് അറിയിച്ച ദൈവത്തിന്റെ ദൂതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഇത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണല്ലോ. ഒരു വാക്യം